നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു നഗരത്തെ നടുക്കി വീണ്ടും ഒരു കൊല. ബംഗളൂരിലെ മഹാദേവപുരയിലെ 32-കാരിയെയാണ് ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ പുറത്തുവരുന്നത് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മഹാദേവപുര പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡായ മഞ്ജുളയാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഭർത്താവ് പ്രദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചയായിരുന്നു തലസ്ഥാന നഗരിയെ നടുക്കിയ ഈ ക്രൂര സംഭവം നടന്നത്. 15 വർഷം മുമ്പായിരുന്നു മഞ്ജുളയുടെയും പ്രദീപിന്റെയും വിവാഹം നടന്നത്. ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. പ്രദീപൻ ഓൺലൈൻ ബെറ്റിംഗിൽ അടിമയായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ മുൻപേ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതേ ചൊല്ലി ഇവരുടെ വീട്ടിൽ നിരന്തരം വഴക്കുകളും നടക്കാറുണ്ടായിരുന്നു. മഞ്ജുളയുടെ സ്വഭാവത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന പ്രദീപ് കുട്ടികളുടെ പിതൃത്വത്തെ പോലും പലപ്പോഴും ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ കഴിഞ്ഞ 1.5 മാസമായി മഞ്ജുള കുട്ടികളോടൊപ്പം സ്വന്തം അമ്മയുടെ വീട്ടിലായിരുന്നു താമസം. ഞായറാഴ്ച മഞ്ജുള താമസിക്കുന്ന വീട്ടിലേക്ക് ജാക്കറ്റിനുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ചാണ് പ്രദീപ് എത്തിയത്. മഞ്ജുള തന്നോട് ക്ഷമിക്കണമെന്നും ഒപ്പം തിരികെ വരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഇതിനായി ഇയാൾ മഞ്ജുളയുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് അക്രമാസക്തനായ പ്രദീപ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്താണ് മഞ്ജുളയെ അമ്മയുടെയും 2 മക്കളുടെയും മുന്നിലിട്ട് 20-ലേറെ തവണ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കൊലപാതകം നടത്തുന്നതിന് തൊട്ടു മുമ്പ് പ്രദീപ് ഒരു വീഡിയോ സന്ദേശവും റെക്കോർഡ് ചെയ്തിരുന്നു. തൻ്റെ ഓൺലൈൻ ചൂതാട്ടം കുടുംബം തകർത്തുവെന്ന് ഇയാൾ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. എനിക്കെൻ്റെ ഭാര്യയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവളോട്, അച്ഛനോടും അളിയനോടും സംസാരിച്ചിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വൈകുന്നേരം അവൾ തിരിച്ചെത്തും. ഞാൻ ഒരിക്കൽ കൂടി എന്നോടൊപ്പം വരാൻ അവളോട് ആവശ്യപ്പെടും. വരില്ലെന്ന് വീണ്ടും പറഞ്ഞാൽ അവളെ ഞാൻ അവിടെ വെച്ച് തന്നെ കൊല്ലും എന്നാണ് പ്രദീപ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. മഞ്ജുളയെ കുത്തി കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇതേ കത്തി ഉപയോഗിച്ച് പ്രദീപ് സ്വന്തം കൈത്തണ്ട മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ പലപ്പോഴും അത് മരണം വിളിച്ചു വരുത്തുകയും പലരും പല പണത്തിനായിട്ട് കൊലപാതകങ്ങൾ വരെ ചെയ്യുന്ന വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഓൺലൈൻ ചൂതാട്ട കളികളിലെല്ലാം അടിമയായി ഇപ്പോൾ സ്വന്തം ഭാര്യയെ അതിക്രൂരമായി മക്കൾക്കും അമ്മയ്ക്കും മുന്നിലിട്ട് കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഷളായി എത്തിയിരിക്കുകയാണ് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗളൂരു നഗരത്തെ നടന്നിരിക്കുന്ന ഈ ഒരു കൊലപാതകം.